Hi students, welcome back to our lecture. We were discussing about demand and supply analysis and we had completed the discussion about demand, and the last topic that we took was demand forecasting. Today we are going to the concept of supply. Nature of supply. What do you mean by supply? Supply refers to the various quantities of a good or service that sellers will be able to offer for sale at various prices during a പീരിയഡ് ഓഫ് ടൈം. എന്താണ് സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വസ്തുവിൻ്റെയോ സേവനത്തിൻ്റെയോ വ്യത്യസ്ത അളവുകൾ. അത് വ്യത്യസ്ത അളവുകൾ എന്താണ്? ഒരു സെല്ലർ അഥവാ വിൽക്കുന്ന ഒരു വ്യക്തി, കച്ചവടക്കാരൻ ഒരു വ്യത്യസ്ത വിലയിലും വ്യത്യസ്ത സമയത്തും ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെയോ വ്യത്യസ്ത അളവുകൾ ഒരു കച്ചവടക്കാരൻ മാർക്കറ്റിൽ എത്ര അളവിലാണ് മാർക്കറ്റിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. അഥവാ ഒരു കച്ചവടക്കാരൻ, ഒരു സെല്ലർ എത്രയാണ് അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിനെ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്ത വിലക്കനുസരിച്ച് സപ്ലൈ മാറാം, അതിന് സമയത്തിനനുസരിച്ചും സപ്ലൈ മാറാം. അപ്പോൾ എത്രയാണ് അയാൾ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ കച്ചവടത്തിന് വേണ്ടി വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ്, അതെന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ഹൗ പ്രൈസ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഈസ് റിലേറ്റഡ് ടു ദ ക്വാണ്ടിറ്റി വിച്ച് ദ സെല്ലേഴ്സ് ആർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു മേക്ക് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇറ്റ് ഷോസ് എന്താണ് കാണിക്കുന്നത്? എങ്ങനെയാണ് ഹൗ പ്രൈസ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഈസ് റിലേറ്റഡ്, ഒരു വസ്തുവിൻ്റെ വിലയും അതിൻ്റെ ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, അതിനനുസരിച്ച് ഒരു സെല്ലർ മാർക്കറ്റിൽ വരുത്തുന്ന മാറ്റം എന്താണ് എന്നാണ് അത് കാണിക്കുന്നത്. അടുത്തത് ലോ ഓഫ് സപ്ലൈ. വാട്ട് ഡു യു മീൻ ബൈ ലോ ഓഫ് സപ്ലൈ? അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് സപ്ലൈ, ആസ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ്, ഒരു വസ്തുവിൻ്റെ വില കുറയുകയാണെങ്കിൽ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിക്രീസസ്. ഒരു വസ്തുവിൻ്റെ വില കുറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് കുറയും. ആൻഡ് ആൾട്ടർനേറ്റീവ്ലി, ആസ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി റൈസസ്, ഒരു വസ്തുവിൻ്റെ വില കൂടുകയാണെങ്കിൽ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസസ്, അതിൻ്റെ ക്വാണ്ടിറ്റി സപ്ലൈഡ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതർ തിങ്സ് ബീങ് ഈക്വൽ, മറ്റ് എല്ലാ കാര്യങ്ങളിലും മാറ്റമില്ലാതിരിക്കെ വിലയിലുണ്ടാകുന്ന മാറ്റം എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി സപ്ലൈഡിൽ പ്രൊപ്പോഷണൽ മാറ്റം, ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ മാറ്റം ഉണ്ടാക്കുന്നു. വില കൂടുകയാണെങ്കിൽ സപ്ലൈ കൂടും, വില കുറയുകയാണെങ്കിൽ സപ്ലൈ കുറയും. Therefore, there is a direct relationship between the price of the commodity and quantity supplied. The law of supply can be illustrated through a supply schedule and supply curve. Law of supply എന്താണ്? ഒരു സപ്ലൈ ഷെഡ്യൂൾ. നമ്മൾ ഡിമാൻഡ് പഠിച്ചപ്പോൾ കണ്ടിരുന്നു എന്ത്? സപ്ലൈ ഷെഡ്യൂൾ. അവിടെ ഡിമാൻഡ് ഷെഡ്യൂളായിരുന്നു. അതായത് ഒരു സ്മോൾ ടേബിൾ, അതിലെന്താ ഉണ്ടാവുക? ക്വാണ്ടിറ്റി ഡിമാൻഡ്, ക്വാണ്ടിറ്റി സപ്ലൈഡ്, പ്രൈസ്. അപ്പോൾ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി സപ്ലൈഡ് വർദ്ധിക്കും. ഇവിടെ PPTയിൽ നിങ്ങൾക്ക് കാണാം എന്ത്? സപ്ലൈ കർവ്. സപ്ലൈ കർവ് സ്ലോപ്സ് അപ്വേർഡ്. സപ്ലൈ കർവ് എന്താണ്? ഡിമാൻഡ് കർവിനെ പോലെയല്ല സ്ലോപ്സ് അപ്വേർഡ്. നേരെ മറിച്ച് ഡിമാൻഡ് കർവ് എന്താണ്? സ്ലോപ്സ് ഡൗൺവേർഡ്. എന്തുകൊണ്ടാണ് സപ്ലൈ കർവ് സ്ലോപ്സ് അപ്വേർഡ്, മുകളിലോട്ട് അതിൻ്റെ സ്ലോപ്പ് വരുന്നത്? ദ റീസൺ ബീങ് ദാറ്റ് ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്? എന്താണ് ഇതിനുള്ള കാരണം? The main reason is that higher prices serve as an incentive for sellers to offer greater quantity for sale. Main reason എന്താണ്? The main reason നമ്മൾ സൂചിപ്പിച്ചെന്താണ്? ഒരു വസ്തുവിൻ്റെ വില കൂടുന്നതോടുകൂടി അത് വിൽക്കുമ്പോൾ ഒരു സെല്ലർക്ക്, ഒരു കച്ചവടക്കാരന് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വർദ്ധിക്കുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് വില കൂടുന്നതോടുകൂടി കൂടുതൽ വസ്തുക്കൾ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ട് കൂടുതൽ ലാഭം കൊയ്യാൻ ഒരു കച്ചവടക്കാരൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് എന്ത്? വില കൂടുന്നതോടുകൂടി ക്വാണ്ടിറ്റി സപ്ലൈഡ് വർദ്ധിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിനെ പോലെ തന്നെയാണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. ചില മാറ്റങ്ങൾ മാത്രമുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ സപ്ലൈയെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന്, പ്രൈസ് ഓഫ് റിലേറ്റഡ് പ്രൊഡക്ട്സ്. റിലേറ്റഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, കോംപ്ലിമെൻ്ററി ഗുഡ്സ്. എങ്ങനെയാണ് വിലയിൽ മാറ്റം ഉണ്ടാകുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ, ടീ ആൻഡ് കോഫി. അപ്പോൾ ടീയുടെ വില കൂടുകയാണെങ്കിൽ ടീയുടെ തന്നെ സപ്ലൈ കൂടും, അതോടൊപ്പം
കോഫിയുടെ സപ്ലൈ കുറയും. കാരണം എന്താണ്? റിലേറ്റീവ്ലി ടീയുടെ വിലയാണ്. ടീയുടെ വില കൂടുന്നതോടുകൂടി റിലേറ്റീവ്ലി കോഫിയുടെ വില കുറവും ടീയുടെ വില കൂടുതലുമാണ്. അതുകൊണ്ട് ടീയുടെ സപ്ലൈ കൂടുകയും കോഫിയുടെ സപ്ലൈ കുറയുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ടീയുടെ പ്രൈസാണ് കുറയുന്നതെങ്കിൽ കോഫിയുടെ സപ്ലൈ കൂടും, ടീയുടെ സപ്ലൈ കുറയും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൽ സംഭവിക്കുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സിൽ എന്താണ് സംഭവിക്കുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു എക്സാമ്പിൾ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്താണ്? ബൈക്ക്, പെട്രോൾ, ഒരു വാഹനം, അതിൻ്റെ ഇന്ധനം. കോംപ്ലിമെൻ്ററി ഗുഡ്സിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ഫോൾസ്, ദ പ്രൈസ് ഓഫ് ദ ഗുഡ് ഇൻ ക്വസ്റ്റ്യൻ വിൽ ഓൾസോ ഫോൾസ്. ഒരു കോംപ്ലിമെൻ്റ് വസ്തുവിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ അതിൻ്റെ മറ്റൊരു വസ്തുവിൻ്റെ അതിനോടൊപ്പമുള്ള കോംപ്ലിമെൻ്റ് വസ്തുവിൻ്റെ സപ്ലൈയും കുറയും. അതായത് നമ്മൾ ബൈക്ക്, പെട്രോൾ, ബൈക്കിൻ്റെ വില കുറഞ്ഞു. ബൈക്കിൻ്റെ വില കുറയുകയാണെങ്കിൽ ബൈക്കിൻ്റെ സപ്ലൈ കുറയും. അതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കും? പെട്രോളിൻ്റെ സപ്ലൈയും കുറയും. നേരെ മറിച്ച് ബൈക്കിന് വില കൂടുകയാണെങ്കിൽ അതോടൊപ്പം എന്താണ്? ബൈക്കിൻ്റെ സപ്ലൈ കൂടുന്നതോടൊപ്പം തന്നെ പെട്രോളിൻ്റെയും സപ്ലൈ വർദ്ധിക്കുന്നു. വാട്ട് ഈസ് ദ സെക്കൻഡ് ഡിറ്റർമിനൻറ്റ്? പ്രൈസ് ഓഫ് ഇൻപുട്സ്. എന്താണ് പ്രൈസ് ഓഫ് ഇൻപുട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ട വസ്തുക്കൾ, സംവിധാനങ്ങൾ, അതിനെയാണ് ഇൻപുട്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കാർ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരുപാട് തൊഴിലാളികളെ വേണം, മെഷീനുകൾ വേണം, അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ വേണം. ഇതിനെയെല്ലാമാണ് എന്ത്? ഇൻപുട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വസ്തു ഉൽപ്പാദിപ്പിക്കണമെങ്കിലും അതിന് അതിൻ്റേതായ ഇൻപുട്സ് ഉണ്ട്. ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് will result in a reduction in the supply of the product. The higher the prices of these inputs, the greater the cost of production will be and the supply will be less. ഇത്തരത്തിലുള്ള ഇൻപുട്ടുകളുടെ വില വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനത്തിനുള്ള ചെലവ് വർദ്ധിക്കും. ഉൽപ്പാദനത്തിലുള്ള ചെലവ് വർദ്ധിച്ചാൽ സപ്ലൈ കുറയും. നേരെ മറിച്ച് എന്താണ്? ഇൻപുട്സിൻ്റെ വില കുറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും, സപ്ലൈ കൂടും. മൂന്നാമത്തെ ഡിറ്റർമിനൻറ്റ്, ദ തേർഡ് ഡിറ്റർമിനൻറ്റ് ഈസ് ടെക്നോളജി. എ ടെക്നോളജിക്കൽ ചേഞ്ച് that decreases cost will increase profits earned at any given price. Since increased profitability leads to increased production, it will cause an increase in supply. എന്താണ്? ടെക്നോളജി മാറുന്നതോടുകൂടി കോസ്റ്റ്, ടെക്നോളജി മെച്ചപ്പെടുന്നതോടുകൂടി എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് വേണ്ട ചിലവ് കുറയും. പുതിയ മെഷീനുകൾ, പുതിയ ടെക്നോളജി വരുന്നതോടുകൂടി. അങ്ങനെയെങ്കിൽ എന്താണ്? സപ്ലയറുടെ പ്രോഫിറ്റ് വർദ്ധിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നതോടുകൂടി എന്ത് സംഭവിക്കും? സപ്ലൈ ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് വർദ്ധിക്കും. അങ്ങനെയാണ് ടെക്നോളജിയിൽ വരുന്ന മാറ്റം. അപ്പോൾ ടെക്നോളജി എപ്പോഴും മുകളിലേക്കാണ്, അഥവാ ടെക്നോളജി എപ്പോഴും ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക. അപ്പം പുതിയ ടെക്നോളജി വരുന്നതോടുകൂടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വീണ്ടും കുറയുന്നു, പ്രോഫിറ്റ് കൂടുന്നു. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡ് വർദ്ധിക്കുന്നു. നാലാമത്തെ ഒരു ഘടകം, ഡിറ്റർമിനൻറ്റ്, ഇറ്റ്സ് എക്സ്പെക്റ്റേഷൻ. ഇഫ് ദ പ്രൊഡ്യൂസർ, ഉൽപ്പാദകൻ ഭാവിയിൽ വില കൂടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ now they might begin to expand their productive capacity. അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത്? പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ, എന്താണ്, സപ്ലൈ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ പ്രൊഡ്യൂസർ സ്വീകരിക്കും. ദസ് ഇൻക്രീസ് ദെയർ പ്രസൻറ്റ് ഔട്ട്പുട്ട് ലെവൽസ്. അങ്ങനെ അവരുടെ നിലവിലുള്ള, ഫ്യൂച്ചറിൽ വില കൂടുമെന്ന് കണ്ടുകൊണ്ട് നിലവിലെ അവരുടെ ഔട്ട്പുട്ട് ലെവൽ അവർ വർദ്ധിപ്പിക്കുന്നു. അഞ്ചാമത്തത്, നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. ഒരു വസ്തുവിന് എത്ര പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്? വി ക്യാൻ എക്സ്പെക്ട് മാർക്കറ്റ് സപ്ലൈ ടു ഇൻക്രീസ് ആസ് ദ നമ്പർ ഓഫ് സെല്ലേഴ്സ് ഇൻക്രീസ്. ഒരു വസ്തു ഒരുപാട് പേർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്താണ്? മാർക്കറ്റ് സപ്ലൈ വർദ്ധിക്കും. നേരെ മറിച്ച് ആൻഡ് ടു ഡിഗ്രീസ് ആസ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഡിഗ്രീസ്. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ അതിൻ്റെ സപ്ലൈ പൊതുവെ കുറവായിരിക്കും. ഓക്കെ, ദാറ്റ്സ് വാട്ട് we are learning today in supply. The rest we will be learning in next class. Thank you. Bye.